അങ്ങനെ നമ്മൾ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ നേരെ പോകുന്നത് പൊന്മുടിക്കാണ്. പൊന്മുടി നമുക്ക് ഓൾറെഡി ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ റിലേറ്റഡ് വീഡിയോയിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ പൊന്മുടി നമ്മൾ കറക്റ്റായിട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് എക്സ്പ്ലോർ ചെയ്തൊരു വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് പിന്നെയും പൊന്മുടിക്ക് പോകുന്നത്. ഞങ്ങളുടെ കല്യാണ ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് പൊന്മുടിക്ക് പോകുന്നത്. അതിന് മുന്നേ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, കല്യാണത്തിന് മുന്നേ ഞങ്ങളിങ്ങനെ പോയ സമയത്ത് ഒരുപാട് സമയത്ത് ഞങ്ങൾ പൊന്മുടിയിലേക്ക് 3-4 പ്രാവശ്യം ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമുള്ളൊരു പൊന്മുടി യാത്ര തന്നെയാണ്. ഇതൊരു പുതിയ സംഭവമാണ് കേട്ടോ. നമ്മൾ പൊന്മുടിക്ക് പോകുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു സംഭവം. അപ്പം ട്രൈ ചെയ്യാൻ തീർക്കൊന്ന് കയറി ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം ഞാൻ റേറ്റിനും ചോദിച്ചില്ല, കാരണം നമ്മൾ ഇതൊരു കണ്ടിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്കാണ്. നമ്മൾ കല്ലാറെത്തുന്നതിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് വെച്ച് നോക്കാം, ടിക്കറ്റ് കാര്യങ്ങളും. പക്ഷേ ഓൺലൈൻ ടിക്കറ്റേ ഉള്ളൂ, ക്യാഷ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ വെൽക്കം ടു പൊന്മുടി എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ നിന്ന് പൊന്മുടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ടിക്കറ്റ് കാര്യം ഒന്നും കൂടെ എടുത്ത് പറയുന്നു, നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ക്യാഷ് എടുക്കില്ല, ഒരു ഗൂഗിൾ പേ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അത് ഓർക്കുക. അപ്പോൾ ഞങ്ങൾ ഈ പൊന്മുടിയുടെ ഓരോ ഹെയർ പിൻ ബിൻഡും കയറുന്നുണ്ട്. ഓൾമോസ്റ്റ് 22ഓളം ഹെയർ പിൻ ബിൻഡുണ്ട്. ഞങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത ഓൾറെഡി ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളതിനാണ് ഞങ്ങൾ പിന്നെയും റിപ്പീറ്റഡായിട്ട് അതിങ്ങനെ ഹെയർ പിൻ ബിൻഡ് കാണിക്കാതെ. മറ്റേ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കറക്റ്റായിട്ട് ഹെയർ പിൻ ബിൻഡ് എല്ലാം ഞങ്ങൾ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ടാണ് ആ വീഡിയോ പോയിരിക്കുന്നത്. ഞങ്ങളിത് ജസ്റ്റ് ഞങ്ങൾക്ക് അന്ന് വീഡിയോ എടുത്തപ്പോഴത്തേനും പൊന്മുടി കുറച്ചും കൂടെ കണ്ടെടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ ശ്രദ്ധയിലായിരുന്നു. ഇപ്പം ഞങ്ങൾ സ്വന്തം ഒന്ന് അടിച്ചു പൊളിക്കുക, പൊന്മുടി എക്സ്പ്ലോർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വീഡിയോയും കാണിക്കുക. പക്ഷേ ഇപ്പോൾ പൊന്മുടി അഡ്വാൻറ്റേജ് എന്നതിൽ ഒരുപാട് ഹോം സ്റ്റേയും കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ താമസിക്കാൻ പണ്ട് താമസിക്കാൻ അത്ര സൗകര്യം ഇല്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഹോം സ്റ്റേയും കാര്യങ്ങളും പൊന്മുടി അഫോർഡബിൾ റേറ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കി Airbnb വഴിയൊക്കെ അല്ലെങ്കിൽ ഗോയബീബോ വഴിയൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതല്ല നെറ്റിൽ നോക്കിയാലും ഈ പറയുന്ന എല്ലാ ഹോം സ്റ്റേയുടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവരുടെ ബസ് ഓൾറെഡി നമ്മൾ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പൊന്മുടിക്ക് വരുന്ന വഴിക്ക് ഇത് ഇഷ്ടം പോലെ കടകളുണ്ട്, ചെറിയ ചെറിയ കടകൾ. നിങ്ങൾക്ക് ചെറിയ ഈവനിങ് സ്നാക്സ് കഴിക്കാനായാലും ഒരു റിഫ്രഷ്മെൻ്റായിട്ട് കഴിക്കാനുണ്ട്. ഞങ്ങൾ കോട്ടൂരിൽ നിന്ന് ഇറങ്ങി പൊന്മുടിക്ക് വരുന്ന വഴിക്ക് നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. ഇത് നിങ്ങൾക്ക് PWD ഗസ്റ്റ് ഹൗസാണ്. ഇത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാം. ഞങ്ങൾ ഏകദേശം പൊന്മുടി ഹിൽ ടോപ്പ് എത്തുന്നതിന് മുന്നേ ഒന്ന് നിർത്തിയിട്ട് ഞാൻ കുറച്ച് വ്യൂ കാണിച്ചു തരാമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം അന്ന് പോയപ്പോഴത്തേനും ഇച്ചിരി മൂടൽ മഞ്ഞും കാര്യങ്ങളാണ്, ഇത്ര കുറച്ചും ക്ലാരിറ്റിയുടെ വ്യൂ നമുക്ക് കിട്ടിയില്ല. ഇതിപ്പോൾ നല്ല പ്ലസൻറ്റ് ഓപ്പൺ ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോഴാണ് ഞങ്ങൾ നിർത്തിയെടുത്ത് വരുന്നത്. അന്ന് ഇവിടെയൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഫുള്ള് മൂടൽ മഞ്ഞായിരുന്നു, കോട ഇറങ്ങിയിട്ട് ഒന്നും കാണാൻ പറ്റുന്ന ക്ലൈമറ്റ് അല്ലായിരുന്നു. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പൊന്മുടി ഹിൽ ടോപ്പ് എത്താറായി. ഇനി ഒരു ശകലം കൂടെ ട്രാവൽ ചെയ്താലും നമ്മൾ പൊന്മുടി ഹിൽ ടോപ്പ് എത്തും. അതിന് മുന്നേ നല്ല അടിപൊളി വിഷ്വൽ ബ്യൂട്ടി, നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കുന്ന പോലെ ഉണ്ടല്ലേ. അപ്പം ആ ഒരു ഭംഗി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഏകദേശം നമ്മൾ പൊന്മുടി എത്തി. ഏകദേശം നല്ല നമ്മൾ പൊന്മുടി എത്തി. നിങ്ങൾക്ക് ഇവിടെയും സെയിം KSRTC സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 2 വീലറിലും 4 വീലറിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. പാർക്കിംഗ് ഫീസുണ്ട്, അത് മറന്നു പോകരുത്. അപ്പം അത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പൊന്മുടി ആരും കണ്ടിട്ടില്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും നമ്മൾ ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ പറയുന്നു എന്നുള്ള മാത്രം. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ നമ്മുടെ വന്ന മമ്മിയും ബാച്ചിനെയൊന്നും കണ്ടില്ല. അവർ ഞങ്ങൾക്ക് മുന്നേ എത്തിയോണ്ട് എവിടെയെങ്കിലും കാണും, അവരെ ഒന്ന് തപ്പി പിടിക്കണം. അതിന് മുന്നേ നമുക്കൊന്ന് ഫ്രഷ് ആവണം, എന്തെങ്കിലും ഒന്ന് കുടിക്കണം. അത്രയും ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ട് എല്ലാ ക്ഷീണമുണ്ട്, എന്തെങ്കിലും ഒന്ന് കുടിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഐസ്ക്രീംസും ബാക്കി സാധനങ്ങളും കിട്ടും. കാഫറ്റീരിയുണ്ട്, എക്കോ ഷോപ്പുണ്ട്, പിന്നെ മിനി തിയേറ്ററുണ്ട്, ഡ്രിങ്കിങ് വാട്ടറുണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അത്ര ഗംഭീരമല്ല, പക്ഷേ ഈവൻ ദോ നിങ്ങൾക്ക് ഓക്കെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെയുണ്ട്. അതിന് ഒരുപാട് നമുക്കിപ്പം പ്രധാനമായിട്ട് നമ്മൾ അറിയുന്നത് ലേഡീസ് ട്രാവൽ ചെയ്യുമ്പോൾ ടോയ്ലറ്റാണ് എല്ലാവർക്കും ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 വീഡിയോയിലും ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ കല്യാണത്തിന് ശേഷമാണ് നമ്മൾ ടോയ്ലറ്റിനെ കുറിച്ച് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ അന്വേഷിക്കുന്നത്. മറ്റതിന് മുമ്പേ നമുക്ക് അറിയാമല്ലോ, ജെൻസിനാകുമ്പോൾ ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുന്നത് ഈ കുന്നിൻ്റെ മണ്ടയ്ക്കാണ് കയറുന്നത്. ഇത് കയറി കഴിഞ്ഞിട്ട് വേണം
നമുക്ക് ബാക്കിയുള്ളത് കയറാൻ. ഞങ്ങൾ ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ബട്ട് ഈ പ്രാവശ്യത്തെ ക്ലൈമറ്റ് കുറച്ചും കൂടെ നമുക്ക് ഹാപ്പിയാണ് വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ കോട കയറിയിട്ട് മറഞ്ഞ് നിൽപ്പൊന്നുമില്ല. പക്ഷേ അത്ര ചൂടല്ല, നല്ല അത്യാവശ്യം നമുക്ക് തണുപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ നൈസ്. അപ്പം ഇതാണ് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് ഈ പ്രാവശ്യത്തെ നമുക്ക് വീഡിയോയ്ക്ക് വിഷ്വൽ ബ്യൂട്ടി ഭയങ്കരമാണ്. കാരണം കോടയില്ലാത്തതുകൊണ്ട് നല്ലൊരു സൺലൈറ്റ് കിട്ടുന്നുണ്ട്. പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ ഫോട്ടോസ് എടുക്കാൻ നല്ലൊരു ക്ലൈമറ്റാണ് നമുക്ക്. അപ്പോൾ ഇതിനെ പക്ഷേ എന്നാലും എത്ര കയറിയാലും മടുക്കാത്തൊരു സ്ഥലമാണ് പൊന്മുടി എന്ന് പറയുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളൊക്കെ കയറി ആ വ്യൂ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് നല്ലൊരു പ്ലസൻറ്റ് സ്ഥലമല്ലേ പൊന്മുടി എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ റേഡിയോ റിസീവർ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറുന്നത്. ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് അവിടെ കയറാനായിട്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരെ ഒന്നും കണ്ടില്ല, മമ്മിയും അവരാരെയും കണ്ടില്ല. നമ്മൾ ഓരോ കുന്നായിട്ട് കയറി വരുന്നുണ്ട്. എനിക്കൊന്നും അവർ ഓൾമോസ്റ്റ് ഇതിൻ്റെ മുകളിലായിരിക്കാം ഉണ്ടാകുക. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടൊന്ന് അവരെ നോക്കട്ടെ. ഇത് ഇഷ്ടം പോലെ ആൾക്കാരാണ് വൺ വേ ഓരോന്നായിട്ട് പൊന്മുടിയിലേക്ക് വരുന്നത്. നമ്മൾ ഒരുപാട് പേർക്ക് പോകാൻ മടിയാണെങ്കിലും ഒത്തിരി പേര് പൊന്മുടിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പൊന്മുടിയുടെ ഏറ്റവും ടോപ്പിലെത്തി. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്, പക്ഷേ നടക്കുന്ന ബുദ്ധിമുട്ടുണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഫാമിലി ആൾക്കാരും കൂടെയാണ്. പിന്നെ നമ്മൾ ചർച്ചിലെ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരും ഇതിനൊപ്പം ഉണ്ട്. അത് മമ്മി നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ പൊന്മുടിയിൽ വെച്ച് ഞങ്ങൾ അവരെ മീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിച്ച ശേഷമാണ് പൊന്മുടിക്ക് വരുന്നത്. ഫുഡ് നമ്മൾ അത്യാവശ്യം നമ്മളൊരു ബസ്സിൽ പോയ ഒരു 20-22 പേരുണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ ഞങ്ങൾ കാറ്ററിങ്ങിന് പറഞ്ഞ് ഫുഡ് കൊണ്ടുപോവുക ചെയ്ത്. അപ്പം നമുക്ക് ഓൺ ദ വേ കഴിക്കാം. ഞങ്ങൾ 2 വീലറിലാണ് പോയത്, ബാക്കിയുള്ളവർ ബസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് കണ്ടോ നല്ല വെയിലടിച്ചിട്ട് ആ ദൂരെ കാണാൻ എന്ത് ഭംഗിയാണ് നമുക്ക്. കോട ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ആ ലാസ്റ്റുള്ള മലനിരകൾ വരെ നമുക്ക് അഗസ്ത്യാർകൂടവും ഗാർഡ്സിൻ്റെ ഭാഗം വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ആ ഒരു ഏരിയയൊക്കെ നമുക്ക് നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ഈ കോടയില്ലാത്തത്. പക്ഷെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല തണുപ്പായിരുന്നു. ഒരാൾ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, നല്ല തണുപ്പായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കോട നമുക്കില്ല. പക്ഷെ നമുക്ക് ആക്ച്വലി എനിക്കിതൊരു വിഷ്വൽ നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ മറ്റുള്ളവരൊക്കെ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അവർ മഞ്ഞ് കാണാൻ അല്ലെങ്കിൽ കോട കാണാൻ പ്രതീക്ഷയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങുവാണ്. ഹായ് ഗായ്സ്, ഞങ്ങൾ പൊന്മുടി ട്രിപ്പ് കഴിഞ്ഞ് തിരികെ പോവുകയാണ്. കോടയും ഇല്ല, മഞ്ഞും ഇല്ല. മഞ്ഞിനെ നോക്കി ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണിയായി. ഇത്രയും സമയം ഞങ്ങളിവിടെ ഇരുന്നു. ചെറുതായിട്ട് തണുപ്പുണ്ട്, പക്ഷെ കോടയൊന്നുമില്ല. ടൂർ കോട്ടേറ്റർ എവിടെ? മഞ്ഞ എവിടെ? റീഫണ്ട് മഞ്ഞില്ല, റീഫണ്ട് ഇത് ഇറക്കണേ. ഗൈസ് നല്ല തണുപ്പുണ്ട്. ഞാൻ കണ്ടല്ലോ ജാക്കറ്റ് ഇട്ടു. പക്ഷെ മഞ്ഞ് ഒട്ടുമില്ല എന്ന് വെച്ചാൽ ഒട്ടുമില്ല. പക്ഷെ എന്താണെന്നറിയില്ല, തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇനി പ്ലാൻസ് ഒന്നുമില്ല. ഞങ്ങൾ ഏകദേശം ലാസ്റ്റ് വരെ ഇരുന്നു. അവസാനം സെക്യൂരിറ്റി വന്ന് വിസിലടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും പോയി കഴിഞ്ഞു. ഏകദേശം 6:30 നമ്മളവിടെ വെയിറ്റ് ചെയ്തു. കോട വരും എന്ന് പ്രതീക്ഷ. പക്ഷേ കോടയും വന്നില്ല, തീയും വന്നില്ല, ജ്യോതിയും വന്നില്ല എന്ന് പറയുമ്പോൾ അതിനാൽ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഏകദേശം എല്ലാം പോയതിന് ശേഷം സെക്യൂരിറ്റിയൊക്കെ നമ്മൾ ഇറങ്ങാൻ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പോയ വണ്ടിയൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് കാണുമ്പോൾ നല്ല സന്ധ്യ ആയിട്ടുണ്ട്. ഇനി എന്താ ഒരു ചായ കുടിക്കുക, എന്നിട്ട് എല്ലാവരും വീട്ടിലേക്ക് പിരിയുക. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു ഞങ്ങളുടെ പൊന്മുടി അല്ലെങ്കിൽ നമ്മുടെ കോട്ടൂർ യാത്ര എന്ന് പറഞ്ഞാൽ. മറ്റൊരു ട്രാവൽ വ്ലോഗിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.